ഒരു ലോക്കോ പൈലറ്റ് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരമാണ് ദിശ അക്കാഡമി ഒരുക്കാനായിട്ട് പോകുന്നത്. അതാണ് മിഷൻ ലോക്കോ പൈലറ്റ് ബാച്ച് 2026. എന്താണ് ഈ ബാച്ച്? ഇതിനകത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പൊ റെയിൽവേ SSC പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് ദിശ അക്കാഡമി മിഷൻ ലോക്കോ പൈലറ്റ് ബാച്ചിലൂടെ ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ പരിശീലനം കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് ദിശ അക്കാഡമി ഇങ്ങനെ ഒരു ബാച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മിഷൻ ലോക്കോ പൈലറ്റ് 2026 ബാച്ച്. ഈ ക്ലാസ് ഇതിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ യൂട്യൂബിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ദിശ അക്കാഡമി കഴിഞ്ഞ കാലങ്ങളിൽ SSC റെയിൽവേ എക്സാമുകൾ പരിശീലിക്കുന്ന ആളുകൾക്ക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ലോക്കോ പൈലറ്റ് 2026 എക്സാമിന് വേണ്ടിയിട്ടും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും ഞാൻ വളരെ വേഗം നമ്മുടെ കഴിഞ്ഞ ലോക്കോ പൈലറ്റ് റിസൾട്ട് വന്നപ്പോൾ ഏകദേശം 15+ റിസൾട്ടുകൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏതാനും ചില വിദ്യാർത്ഥികളെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇതൊക്കെ ഇവരുടെയൊക്കെ സക്സസ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർ പഠിച്ച എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവർ ഈ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇവരുടെ സക്സസ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത വർഷം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ക്വാളിഫൈ ചെയ്ത് ഈ ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് ഒരു ലോക്കോ പൈലറ്റായി മാറാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് ലോക്കോ പൈലറ്റ് എക്സാമിന് മാത്രം കിട്ടിയ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേയുടെ എല്ലാ എക്സാമുകൾക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം, സക്സസ് വീഡിയോസ് കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമിയാണ്. അപ്പൊ ഏത് എക്സാം എടുത്തോട്ടെ, ആ എക്സാമുകളിൽ എങ്ങനെ കയറാം, എങ്ങനെ പരിശീലനം നേടാം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ കൃത്യമായിട്ട്, ജോലി കിട്ടിയ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞു തരുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ ഇവരെ പോലെ നിങ്ങൾക്കും അടുത്തത് ഈ വർഷം നടക്കുന്ന പരീക്ഷയിലൂടെ ഈ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ആഗ്രഹം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മിഷൻ ലോക്കോ പൈലറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററുകൾക്ക് കൂടി ഞാനൊന്ന് പറയാം. വെറുതെ ഇപ്പൊ ദിശ അക്കാഡമി എന്താണ് ഈ കേരളത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ഏകദേശം 3700ഓളം വീഡിയോസും 1,85,000ഓളം സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ്, എക്സാം പ്രിപ്പറേഷൻ രീതികൾ, ഫ്രീ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടും. എന്താണ് നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമികൾ എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ 5 പ്ലേസുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കോഴിക്കോട് 5 പ്ലേസുകളിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ തന്നെ അതിന്റെ ആധികാരികത നിങ്ങൾക്ക് അറിയാമല്ലോ. വെറുതെ ഒരു അക്കാഡമി വെറുതെ ക്ലാസ്സുകൾ പറഞ്ഞു പോവുകയല്ല. കൃത്യമായി 5 പ്ലേസുകളിൽ നമ്മുടെ അക്കാഡമി ഉണ്ട്. 5 പ്ലേസുകൾ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം, സിലബസുകൾ മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ 5 അക്കാഡമിയിൽ അവൈലബിൾ ആണ്. കൂടാതെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നമ്മൾ എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകൾക്കായിട്ട് നമ്മൾ ഫ്രീ ക്ലാസ്സസ്, അതുപോലെ തന്നെ ആപ്പിലൂടെയുള്ള ഓൺലൈൻ ക്ലാസ്സസ് ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നമ്പറുകളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വളരെ വേഗം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടുള്ളത് എന്താണ്, ഈ RRB ALP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉടനെ വന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം നമുക്ക് അത്യാവശ്യം വേക്കൻസിയിലൊക്കെയാണ് ഈ പരീക്ഷ വിളിച്ചിരിക്കുന്നത്. എത്രയാ? 11,127 വേക്കൻസി. കഴിഞ്ഞ വർഷത്തെക്കാളും വേക്കൻസി കുറച്ചുകൂടി കൂടുതലാണ്. വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു വേക്കൻസിയാണ് നമുക്ക് വന്നേക്കുന്നത്. 11,127. എല്ലാ സോണുകളിലും അത്യാവശ്യം വേക്കൻസി ഉണ്ട്. പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ പരീക്ഷ നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ പരീക്ഷയുടെ നെയിം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം ആണ്. ഇത്രയുമാണ് നമ്മുടെ സ്റ്റേജുകൾ വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഏതൊക്കെയാണ്? CBT 1 ഒരു 75 മാർക്കിന്റെ പരീക്ഷയാണ് നടത്തുന്നത്, ഒരു 75 മാർക്ക്. എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടതെന്ന് ഞാൻ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. നമുക്ക് വേണ്ടത് മാത്സ് പഠിക്കാനായിട്ടുണ്ട്, റീസണിങ് പഠിക്കാനായിട്ടുണ്ട്, ജനറൽ സയൻസ് പഠിക്കാനായിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ടയർ 2ലേക്ക് CBT 2ലേക്ക് വരുമ്പോൾ 100 മാർക്സിന് ഈ 3 സബ്ജക്റ്റുകൾ തന്നെയാണ്. പ്ലസ്
75 മാർക്സിന് നിങ്ങളുടെ ട്രേഡ്, അതായത് നിങ്ങളിപ്പോൾ ഇലക്ട്രോണിക്സോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ആയിട്ടുള്ള നിങ്ങളുടെ ട്രേഡിൽ നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും CBT 2-ൽ 75 മാർക്സിന് ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് സൈക്കോമെട്രി പോലെയുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ, ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ പാർട്ടായിട്ട് വരുന്നത്. 1/3 ആണ് ഇവിടെ നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. ഇത്രയും പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കടന്നു പോകേണ്ടത്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് സാലറി പാക്കേജ് ഉള്ള നല്ല ഒരു, പല ആളുകൾക്കും ഈ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടമാണ്. ഒരു ലോക്കോ പൈലറ്റ് ആവണമെന്ന ആഗ്രഹത്തിൽ നടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ദിശ അക്കാഡമി ചെയ്യുന്നത് കേരളത്തിൽ റെയിൽവേ, SSC, ബാങ്കിങ് എക്സാമുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. ഇതിന്റെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക. അപ്പം ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് ബിടെക് ഒക്കെ കഴിഞ്ഞ് ഒക്കെ നിൽക്കുന്ന പിള്ളേർ ഒരുപാട് പേരുണ്ട്. അവർക്കൊരു ലോക്കോ പൈലറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണ്? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ഇതിന്റെ ഡേറ്റുകൾ കൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഡേറ്റുകൾ ഇതിനോടകം നോട്ടിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 14 ജൂൺ 2026 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ. അപ്പൊ മറന്നു പോരുത്, 14 ജൂൺ വരെയാണ്. ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അവരെ അറിയിക്കുക. മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ വീഡിയോസ് എപ്പോഴും നിങ്ങൾക്കൊരു എന്താ പറയുക, അതൊരു പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൂടെ ശ്രമിക്കുക. ആ ഒരു കാര്യം കൂടെ ചെയ്യണം. അതാണ് അക്കാഡമി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളിലൂടെയും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, എങ്ങനെയാണ് ദിശ അക്കാഡമി ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ദിശ അക്കാഡമി പറഞ്ഞു തരാനായിട്ട് പോകുന്നത് CBT 1-ന്റെ ടോപ്പിക്കാണ് ഫസ്റ്റ് കവർ ചെയ്യുന്നത്. അതിനുശേഷം CBT 2-ഉം കവർ അപ്പ് ചെയ്ത് തരും. വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്, CBT 1-ഉം CBT 2-ഉം കൃത്യമായിട്ട് ഓർഡർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി. ആ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇട്ടിരിക്കും. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. യൂട്യൂബിൽ വരുന്ന ഓരോ ക്ലാസ്സിന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എൻ്റെ ഈ ഒരു ക്ലാസ്സിന് ശേഷം ഇനി നെക്സ്റ്റ് ഡേയിൽ ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസിന്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തും. അതിനുശേഷം ഓരോ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് CBT 1 വരുന്ന മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതിൽ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്, നമ്പർ സിസ്റ്റം ഉണ്ട്, ബോർഡ് മാസ് ഉണ്ട്, ഡെസിമൽസ് ഉണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, LCM HCF ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഉണ്ട്, പെർസെന്റേജ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ആൾജിബ്ര ഉണ്ട്, ജോമെട്രി ഉണ്ട്, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഏജ് കാൽക്കുലേഷൻ ഉണ്ട്, കലണ്ടർ ഉണ്ട്, പൈപ്പ് ഉണ്ട്. ഇങ്ങനെ മെൻസുറേഷൻ വരെ വരുന്ന പല ടോപ്പിക്കുകൾ, അതായത് ബേസിക് അരിത്തമെറ്റിക് ടോപ്പിക് ആൻഡ് അഡ്വാൻസ്ഡ് മാത്സ് ടോപ്പിക്കുകൾ ചേരുന്ന ടോപ്പിക്കുകൾ. ഒരു 12ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ വരുന്ന ടോപ്പിക്കുകൾ മാത്രം, മാത്സിന്റെ ബേസിസ് മാത്രം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ക്ലാസ്സുകളായിട്ട് കിട്ടുക. അപ്പൊ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങളെ കൃത്യമായി അതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു അധ്യാപകർ. നമ്മുടെ ഇത്രയും നാളത്തെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ 3700ഓളം വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ദിശ അക്കാഡമി RRB ALP നോക്കുന്ന ഏത് വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ആ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള കണ്ടന്റ്സ് 100% ഗ്യാരണ്ടിയിൽ, ഞാൻ 1% പോലും കുറച്ച് പറയുന്നില്ല, 100% ഗ്യാരണ്ടിയിൽ മാത്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ അവരൊക്കെ നിങ്ങൾക്ക് മാത്സിന്റെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ മറ്റൊരു സബ്ജക്റ്റാണ് എന്ത് ചെയ്യേണ്ടത്, മറ്റൊരു സബ്ജക്റ്റാണ് റീസണിങ് എന്ന് പറയുന്നത്. ഇതാണ് റീസണിങ്. എന്തൊക്കെയാണ് റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വേണ്ടത്? റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തും ഇതുപോലെ കുറേ ടോപ്പിക്കുകൾ നിങ്ങൾക്കറിയാം. അനലോഗി ഉണ്ട്, ആൽഫബറ്റിക് ആൻഡ് നമ്പർ സീരീസ് ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്, സിലോജിസം ഉണ്ട്, ജംബ്ലിംഗ് ഉണ്ട്, വെൻ ഡയഗ്രം ഉണ്ട്, ഡേറ്റ ഇന്റർപ്രേഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഉണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്, അനലിറ്റിക്കൽ റീസണിംഗ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറേ ടോപ്പിക്കുകൾ. അപ്പൊ റീസണിങ്ങും ഈ ടോപ്പിക്കുകൾ എങ്ങനെ ഒരു 25 ക്വസ്റ്റ്യൻസ് ഒരു ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന രീതിയിൽ നിങ്ങൾക്ക് റീസണിങ്ങിന്റെയും ഓരോ ടോപ്പിക്കിന്റെയും ക്ലാസ്സും കൃത്യമായി ഈ സിലബസ് അനാലിസിസും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പോവാണ്, വരും ദിവസങ്ങളിൽ വരാനായിട്ട് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകളൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്രാവശ്യം നമുക്ക് GK ഇല്ല.
ഇപ്രാവശ്യത്തെ സിലബസിൽ വന്നിരിക്കുന്ന വലിയൊരു വേരിയേഷൻ ആണ്. GK ഇല്ല, പകരം എന്താ ഉള്ളത്, നമുക്ക് ജനറൽ സയൻസ് ആണ് 25 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് ബയോളജി ആണ് നമുക്ക് എന്ത് വരുന്നത്, ജനറൽ സയൻസ് എന്ന് പറഞ്ഞ് ഓവറാൾ വരുന്നത്. ഈ ടോപ്പിക്കുകൾ ഓരോന്നും നിങ്ങൾ നോക്കിയാൽ മതി. ഗ്രാവിറ്റേഷൻ, ഫോഴ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ഇങ്ങനെ ഒരുപാട് മിറേഴ്സ്, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി, സൊല്യൂഷൻസ്, സർഫസ് കെമിസ്ട്രി, ദെൻ ബയോളജിയുടെ ടോപ്പിക്കും ഇതുപോലെ തന്നെയുണ്ട്. ബയോളജിയുടെ ടോപ്പിക്കാണ് നെക്സ്റ്റ് വരുന്നത്. അങ്ങനെ ടോപ്പിക്കുകൾ ഓരോന്നും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 ടോപ്പിക്കുകളും വളരെ കൃത്യമായിട്ട് ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ദിശ അക്കാഡമി ഇതിനു വേണ്ടി ഈ ലോക്കോ പൈലറ്റ് മിഷൻ ലോക്കോ പൈലറ്റ് ബാച്ചിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, ക്ലാസ്സുകളുടെ ഓരോന്നിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്ത് പഠിക്കാം. മെറ്റീരിയൽസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ടീം തന്നെ നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ മിഷൻ ലോക്കോ പൈലറ്റ് 2026 നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികളെ ദിശ അക്കാഡമിയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു വിട്ടതുപോലെ തന്നെ 2026 നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഫോളോ ചെയ്തു പോവുക. നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ഈ ഒരു കാര്യങ്ങളിലേക്ക്, കേന്ദ്ര ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ദിശ അക്കാഡമി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ 3700 വീഡിയോ ഉണ്ടെങ്കിലും ചുമ്മാ കഥ പറയുന്ന വീഡിയോസ് ഇല്ല. കൂടുതലും പ്രയോജനമുള്ള നോട്ടിഫിക്കേഷൻസ്, സക്സസ് വീഡിയോസ്, ക്ലാസ്സുകൾ, ഇത്രത്തോളം ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ള, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. വേറെ ഏതെങ്കിലും ഒരു അക്കാഡമി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. ഉറപ്പായിട്ടും ഒരു അക്കാഡമി ഇല്ല എത്രത്തോളം ക്ലാസ്സുകൾ ധാരാളം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, ഓഫ്ലൈനും ഓൺലൈനും ഒരേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന അക്കാഡമിയാണ് ദിശ അക്കാഡമി. തീർച്ചയായിട്ടും ആ പാരമ്പര്യത്തിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ഇത്തരം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. ഇതാണ് നമ്മുടെ ബാക്കി വരുന്ന സയൻസ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കുകളെല്ലാം കൃത്യമായിട്ട് ഓർഡറിൽ, ഞാൻ ആ ക്ലാസ്സിന്റെ ഓർഡർ തന്നെ പറയാം. ഇന്ന് ഞാൻ ഈ ഒരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഓവറാൾ പഠിക്കേണ്ടതിന്റെ ഒരു ഐഡിയ കിട്ടും. ദെൻ ഓരോ സബ്ജക്റ്റ് വൈസ് ഉള്ള അനാലിസിസ് നിങ്ങൾക്ക് കിട്ടും. മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, ഈ 3 സബ്ജക്റ്റിന്റെയും അനാലിസിസ് നിങ്ങൾക്ക് കിട്ടും. ദെൻ ദ നെക്സ്റ്റ് ഡേ മുതൽ ഓരോ ദിവസവും ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ പോകും. അത് തന്നെ ഫോളോ ചെയ്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്തുറപ്പാണ്, RRB, ALP എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല സാർ, എനിക്ക് ഓഫ്ലൈനായി വന്ന് പഠിക്കണമെങ്കിൽ ദിശയുടെ ഈ 5 ബ്രാഞ്ചുകളിലും ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായി വേണമെങ്കിൽ വന്ന് പഠിക്കാം. അതല്ല ഓൺലൈനായി കംപ്ലീറ്റ് ആയി കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ അതിനും സൗകര്യങ്ങളുണ്ട് കേട്ടോ. ദിശ അക്കാഡമിയുടെ SSCക്ക് വേണ്ടിയിട്ടുള്ള പ്രീമിയം ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രീമിയം ബാച്ച് ഉണ്ട്. ഇവിടെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുകളിലൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സന്തോഷത്തോടെ, വളരെ എന്താ പറയുക, ആത്മാർത്ഥതയോടെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ നമ്മുടെ മിഷൻ 2026 ലോക്കോ പൈലറ്റ് ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയുടെ താഴെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.